വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അക്കൗണ്ടൻസി റിവിഷൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഒരു പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ അബ്ദുൾ മജീദ്. Prepare trading and profit and loss account and balance sheet as on 31st December 2024. Closing stock on 31st December 2024 was 12,000. Trial balance as on 31st December 2024. Trial balance നോക്കാം. Opening stock 8,000. Purchases 24,000. Sales returns 2,700. Productive wages 1,000. Carriage inward 1,400. Salaries 2,400. Oil, gas and water 600, trade expense 1000, stationery 1400, land and building 10,000, drawings 200, plant 8000, cash in hand 4400, debtors 2000, investment 7810. Sales, credit balance എന്നി വരുന്നത് 50,000, purchase returns 2910, capital 10,000, creditors 12,000. രണ്ട് ഡെബിറ്റ് ഗോൾഡൻ ക്രെഡിറ്റ് ടോട്ടൽ 74,910. നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരച്ച് ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലാസ്റ്റാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഹെഡിങ് എഴുതാം. ട്രേഡിംഗ് ആൻഡ് profit and loss account, for the year ended നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് നോക്കുക. 31st December 2024. ഡെബിറ്റ് സൈഡ് ടോപ്പിൽ ഡി ആർ എന്ന് കൊടുക്കുക, ക്രെഡിറ്റ് സൈഡ് ടോപ്പിൽ സി ആർ എന്ന് കൊടുക്കുക. കോളങ്ങൾ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. നോക്കുക. ഫസ്റ്റ് ഐറ്റം നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റമാണ്. പർച്ചേസ് എവിടെയാണെന്നറിയാം, ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. സെയിൽസ് റിട്ടേൺസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ്, ഇൻകമാണ്. ഇൻകത്തിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ലെസ് ആയിട്ടാണ്. പ്രൊഡക്റ്റീവ് വേജസ് എന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ഓയിൽ, ഗ്യാസ് ആൻഡ് വാട്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ടി വരുന്ന എക്സ്പെൻസാണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ഡ്രോയിങ്സ് പണം പിൻവലിക്കുക എന്നാണ് നമുക്ക് അർത്ഥം, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ വരുന്നതായിട്ടാണ്. പ്ലാന്റ് ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് വരുന്നതായിട്ടാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. പർച്ചേസ് റിട്ടേൺസ് എക്സ്പെൻസ് ആണ്, അതിൽ നിന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് ഡെബിറ്റ്സ് പർച്ചേസ് റിട്ടേൺസ് ലിസ്റ്റ് ചെയ്തിരിക്കണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടതായിട്ടാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിലെ കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് എഴുതേണ്ടത്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2024. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st December 2024 വാസ് ₹12,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടേക്ക് എടുക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയതുകൊണ്ട്. അതുപോലെ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എൻട്രി ചെയ്യണം. നമുക്ക് ചെയ്യാൻ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഐറ്റങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റം ടു ഓപ്പണിംഗ് സ്റ്റോക്ക്.
ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 8,000 ആണ്. 8,000. നെക്സ്റ്റ് ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് പർച്ചേസാണ്. പർച്ചേസ് എഴുതുമ്പോൾ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റിന് പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതുന്നു 24,000. പർച്ചേസ് റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് പർച്ചേസ് റിട്ടേൺസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റിന് തന്നത്? 2,910. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21,090. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഓയിൽ, ഗ്യാസ് ആൻഡ് വാട്ടർ. ഡെബിറ്റ് സൈഡ് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓയിൽ, ഗ്യാസ് ആൻഡ് വാട്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എൻട്രി ചെയ്യുന്നു. തന്നിരിക്കുന്ന എമൗണ്ട് 600. നെക്സ്റ്റ് ഐറ്റം പ്രൊഡക്റ്റീവ് പേജസ്. പ്രൊഡക്റ്റീവ് പേജസ് എന്ന് പറഞ്ഞാൽ പേജസാണ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. 1,000. നെക്സ്റ്റ് ഐറ്റം ക്യാരേജ്. ക്യാരേജ് ഇൻവേഡ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേഡ്. ഇതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 1,400 ആണ്. ഇത്രയുമാണ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത്. ഡയറക്റ്റ് ഇൻകംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ബൈ സെയിൽസ്. സെയിൽസ് എഴുതുമ്പോൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ സെയിൽസിൻ്റെ എമൗണ്ട് 50,000 ലെസ് സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺസ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 2,700 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 47,300 ആണ്. നെക്സ്റ്റ് നമുക്ക് ഇൻകമായി വന്നിരിക്കുന്ന പാരഗ്രാഫ് തന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന 12,000 ആണ്. എമൗണ്ട് കൊടുത്ത് എൻട്രി ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ ഐറ്റം എൻട്രി ചെയ്തതിന് ശേഷം ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതലെന്ന് നോക്കുക. ആ സൈഡിൽ ടോട്ടൽ എഴുതുക. ഏത് സൈഡിലാണ് എമൗണ്ട്, അതാണ് രണ്ട് സൈഡും ടോട്ടലായിട്ട് എഴുതേണ്ടത്. നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 59,300 ആണ്. അതാണ് രണ്ട് സൈഡും ടോട്ടൽ. ഏത് സൈഡിലാണ് എമൗണ്ട്, അതാണ് രണ്ട് സൈഡും ടോട്ടലായിട്ട് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് C/D. ബാലൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് ഒക്കെ 59,300. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 27,210. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 27,210. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ ഈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇൻകം ആയതുകൊണ്ട് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്നത് B/D എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണോ അതാണ് നമ്മൾ എടുത്തെഴുതുന്നത് 27,210. നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങൾ എൻട്രി ചെയ്യാം. എക്സ്പെൻസായി വന്നിരിക്കുന്നത് സാലറീസ്. നമ്മുടെ ക്വസ്റ്റിൽ സാലറീസ് ആണ്. സാലറീസ് നമുക്ക് തന്നിരിക്കുന്നത് 2,400 ആണ്. നെക്സ്റ്റ് ഐറ്റം ട്രേഡ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 1,000. നെക്സ്റ്റ് ഐറ്റം സ്റ്റേഷനറി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്കറിയാം 1,400. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതലെന്ന് നോക്കാം. നമുക്കറിയാം ഏത് സൈഡിൽ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ 27,210. ഏത് സൈഡിലാണ് എമൗണ്ട് അതാണ് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് എഴുതേണ്ടത്. ഇനി ബാലൻസ് കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് സൈഡിൽ 27,210 എന്ന് നമുക്ക് കൂട്ടിപ്പ് കിട്ടി. ഡെബിറ്റ് സൈഡിൽ ഈ മൂന്ന് ഐറ്റം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് പ്രോഫിറ്റ് ലോസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആക്കിയ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലിനോടുകൂടി എൻട്രി ചെയ്യേണ്ട ഐറ്റം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. എൻ്റെ ബാലൻസ് കിട്ടിയിരിക്കുന്നത് 22,410. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ഹെഡിങ് എഴുതാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ അല്ലെങ്കിൽ അസറ്റ് എന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് 31 ഡിസംബർ 2024. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ഇനി നമ്മുടെ ട്രയൽ ബാലൻസ് നോക്കുക. നമ്മുടെ ക്വസ്റ്റിലെ ട്രയൽ ബാലൻസ് നോക്കുക. എന്തൊക്കെ ഐറ്റങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് വരില്ല, നമുക്കറിയാം. പർച്ചേസ് വരില്ല, സെയിൽസ് റിട്ടേൺസ് വരില്ല, പ്രൊഡക്റ്റ് വേജസ് വരില്ല, കാരേജ് ഇൻവേർഡ് വരില്ല, സെയിൽസ് വരില്ല, കോയിൽ ഗ്യാസ് ആൻഡ് വാട്ടർ വരില്ല, ട്രേഡ് എക്സ്പെൻസ് വരില്ല, സ്റ്റേഷനറി വരില്ല, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ്. നെക്സ്റ്റ് ഡ്രോയിങ്സ് വരും. പ്ലാന്റ് ഫിക്സഡ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റാണ്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റാണ്. പിന്നെ വരുന്ന സെയിൽസ് വരില്ല, പർച്ചേസ് റിട്ടേൺസ് ക്യാപിറ്റൽ വരും, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വരും. പാരഗ്രാഫ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഇത് നമുക്ക് എഴുതി നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്കറിയാം കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഫസ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 4400 ആണ്. നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതാം. സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ തന്നിരിക്കുന്നത് 12,000 ആണ്. അത് നമ്മൾ എൻട്രി ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമുക്കറിയാം കറണ്ട് അസറ്റാണ് 2000. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 2000. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസറ്റായി നമുക്ക് എഴുതാം ഇൻവെസ്റ്റ്മെൻറ്റ് 7,810. നെക്സ്റ്റ് പ്ലാന്റ് ഫിക്സഡ് അസറ്റാണ് നമുക്കറിയാം 8,000. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ് നമുക്കറിയാം എമൗണ്ട് 10,000. നെക്സ്റ്റ് നമുക്ക് ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 12,000. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റലേ ഉള്ളൂ. ക്യാപിറ്റൽ നമ്മൾ എഴുതുന്നു. ലോങ് ടൈം ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 10,000 ആണ്. ഇതിനോടുകൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നത് 22,410 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 32,410. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്, പണം പിൻവലിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യാനാണ് 200. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 32,210. ബാലൻസ് ഷീറ്റിൽ ഐറ്റങ്ങളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് രണ്ട് സൈഡും എമൗണ്ട് കോളം കൂട്ടി നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് 44,210. ഈ സൈഡിൽ അസറ്റ് സൈഡിൽ എമൗണ്ട് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 44,210. രണ്ട് സൈഡും ഈക്വലി വന്നിരിക്കും. ബാലൻസ് ഷീറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായോ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.